ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും ഉണ്ട്, ഏതെങ്കിലും സ്റ്റേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ അവിസ്മരണീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം എന്നെ അത്ഭുതപ്പെടുത്തിയൊന്നുമല്ല, ഓർത്തിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. അത് ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ അത് ചെയ്യേണ്ടി വന്നതാണ്. ഒരു യൂട്യൂബിലൊരു സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടി ഞാൻ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അതിൽ മെന്റലിസം, സ്ട്രീറ്റ് മെന്റലിസം ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഈ ഭീകരത വരുത്തുന്ന അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാം ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നോട് അദ്ദേഹം ഇതിൻ്റെ ടീംസ് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു പേടിപ്പിക്കുന്ന ഒരു സാധനം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മാജിക്കിൻ്റെ കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഞാൻ കൺവേർട്ട് ചെയ്തു. അതായത് ഇപ്പോൾ സാറിൻ്റെ മനസ്സിലൊരു പേര് ഞാൻ കണ്ടുപിടിച്ചു, പാമ്പ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഞാൻ ആ സമയത്ത് മരിച്ചുപോയ ഒരാളെ കണ്ടുപിടിക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞാനങ്ങനെ ഇത് മരിച്ചുപോയ ഒരാളെ പേര് കണ്ടുപിടിച്ചു. ആ പേര് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിലൊരു ഡോളുണ്ട്, വൂഡോ ഡോള് കയ്യിൽ വെച്ചു. ആക്ഷൻ കൊടുക്കുമ്പോൾ വൂഡോ ഡോളിലേക്ക് ഇങ്ങനെ ഒരു എനർജി വന്നിട്ട് അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു. ആക്ച്വലി മാജിക്കിൻ്റെ ഒരു എലമെന്റ് അവിടെ മിക്സ് ചെയ്തേ ഉള്ളൂ ഈ മെന്റലിസത്തിലേക്ക്. ഇത് എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഈ കാണുന്നവരുടെ മുഖം എനിക്ക് കാണാൻ പറ്റും. കാരണം അവർ ശരിക്കും പേടിച്ചിരിക്കുക. കാരണം മരിച്ചുപോയ ആൾ, ഞാൻ ആ പേരും കൂടെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ്. ആഫ്റ്റർ ദ ഷോ ഞാൻ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ ഞാനിത് ചെയ്യുന്നു. കാരണം അതിൻ്റെ ഒരു കാരണത്തിലേക്ക് ഞാൻ എത്തിയെന്നറിയോ, ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയും 2-3 കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാനിത് ചെയ്തു. ആ പെൺകുട്ടിയോട് മരിച്ചുപോയ ഒരാൾ വിചാരിക്കാൻ പറഞ്ഞു. ഇന്നും സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആളല്ലാത്തതുകൊണ്ട് എനിക്കത് അവിടെ ഇവിടെ ഉണ്ടത്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു മരിച്ചുപോയ ഒരാളെ കാണിക്കാം. അപ്പോൾ ആ കുട്ടി അമ്മമ്മയായിരുന്നു വിചാരിച്ചത്. ആ കുട്ടി വളരെ അറ്റാച്ച്ഡ് ആയിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കയ്യിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. കുട്ടി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായി. അപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ക്യാമറയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ കാറിനെടുത്ത് പോകുമ്പോൾ ഈ കൂട്ടത്തിലൊരു പയ്യൻ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, സാർ ഒന്ന് വരും, അവൾ അവിടെ ഇരുന്ന് കരയാണ്. ഞാനവിടെ പോകുമ്പോഴേക്കും അവള് നിലവിളിച്ച് കരയാണ്. കാരണം കൈവിട്ടുപോയി. ഞാനതിങ്ങനെ അത് ജീവിതത്തിൽ ഞാൻ അയ്യോ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ എന്നും മനസ്സിലുള്ളൊരു സാധനം. അതിന് ശേഷമാണ് ഒരു തിരിച്ചറിവ് എന്നുള്ളൊരു സാധനം വന്നതും, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്നുള്ളൊരു സാധ്യതയിലേക്ക് ചിന്ത പോയതും അതിന് ശേഷമാണ്. ഇപ്പം പെർഫോം ചെയ്യുന്ന പല മെന്റലിസ്റ്റുകളോടുമുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. അതായത് ഒരു ട്രോമ ഉണ്ടാക്കുന്ന ഒരു സംഗതി അത് എന്തിന്റെ പേരിലാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതാണ്.